ഹൈക്കോർട്ട് അസിസ്റ്റന്റ് 2024 നോട്ടിഫിക്കേഷനിൽ നമ്മൾ കണ്ടു 3 തരത്തിലുള്ള എക്സാം ആണ്. ഒബ്ജക്റ്റീവ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, ആൻഡ് ദെൻ ഫൈനൽ ഇന്റർവ്യൂ. അതിൽ തന്നെ ഡിസ്ക്രിപ്റ്റീവിൽ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസി റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ ആൻഡ് ഷോർട്ട് എസ്സേ. അപ്പോൾ അതിനകത്ത് 2021 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്സ്, അതായത് 30 മാർക്സ് വന്നിരിക്കുന്നത് ഷോർട്ട് എസ്സേസ് എന്നാണ്. കാരണം 2 എസ്സേ ഷോർട്ട് എസ്സേസ് നമുക്ക് എഴുതണം. അപ്പം ഈ ഒരു ഷോർട്ട് എസ്സേ എഴുതുമ്പം, കാരണം എസ്സേ പോലെയല്ല ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ, ഷോർട്ട് എസ്സേയിൽ എന്താണ് വ്യത്യാസം, എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നമ്മളൊരു ഷോർട്ട് എസ്സേ എഴുതുമ്പം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഡോട്ട്സ് അക്കാഡമി ഈ ഒരു വീഡിയോ സെഷനിലൂടെ ഈ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മിസ്റ്റേക്സ് വൈൽ റൈറ്റിംഗ് എ ഷോർട്ട് എസ്സേ. ഈ ഷോർട്ട് എസ്സേയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേർഡ് ലിമിറ്റ് ആണ്. എത്ര വേർഡ് ലിമിറ്റ് ആണ് 2021 പറഞ്ഞിരുന്നത്? അറൗണ്ട് 150. അതായത് 150 വേർഡ്സിൽ ഒരു എസ്സേ എഴുതി ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെറുതെ എഴുതിയാൽ മാത്രം പോരല്ലോ, അതിനകത്ത് പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യണ്ടേ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അതും കൂടി നമുക്ക് എഴുതണ്ടേ, അത് ഉൾപ്പെടുത്തണം. അപ്പോൾ ഷോർട്ട് എസ്സേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാൾ നന്നായി വായിക്കും. ചെറിയ എസ്സേ അല്ലേ, പെട്ടെന്ന് വായിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി തടി തപ്പാനൊന്നും പറ്റില്ല. അപ്പോൾ വേർഡ് ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വേർഡ് ലിമിറ്റിൽ അതിനകത്ത് എന്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നോട്ട് ഗ്രാസ്പിംഗ് ദ ക്വസ്റ്റ്യൻ കറക്റ്റ്ലി. ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ചോദ്യം മനസ്സിലാക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വേർഡ്സ് അവിടെ തീർന്നു. കുറച്ച് കഴിഞ്ഞ് എഴുതി വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇതല്ലല്ലോ ചോദ്യം ചോദിച്ചത്, വേറെ എന്തോ ആണല്ലോ ചോദ്യം ചോദിച്ചത്. അപ്പോഴേക്കും നമ്മുടെ വേർഡ് ലിമിറ്റ് പോയി, നമ്മുടെ സമയം പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ജനറൽ നോളജ് വേണം. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാലെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ആ ഒരു ടൈമിൽ നടന്ന കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഷോർട്ട് എസ്സേസിൽ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയ പിന്നെ ബാക്കി ഒരു 50% പ്രോബ്ലം അവിടെ തീർന്നു. ഇനി അടുത്ത പ്രശ്നം എന്താണ്? ലാക്ക് ഓഫ് പ്ലാനിങ്. ക്വസ്റ്റ്യൻ കണ്ട ഉടനെ തന്നെ നമ്മളിപ്പോൾ എഴുതാൻ തുടങ്ങും. അങ്ങനെയല്ല. ഒരു കുറച്ച് സമയമെങ്കിലും നമ്മളതൊന്ന് പ്ലാൻ ചെയ്യാൻ എടുക്കണം. ഈ കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കരുത്. നമുക്കൊരു 1-2 മിനിറ്റിനുള്ളിൽ നമുക്കൊരു തലയിൽ ഷോർട്ട് എസ്സേ അല്ലേ, അത്രയും സമയം മതി. 1-2 മിനിറ്റ്, 1 മിനിറ്റ് തന്നെ മതിയാകും. 1 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ഒരു ജനറൽ ധാരണ കിട്ടും. ഇങ്ങനെയാണ് ഇൻട്രോ കൊടുക്കാൻ പോകുന്നത്. എല്ലാം എഴുതി വെക്കുക എന്നുള്ളതല്ല, പക്ഷേ ഇത്ര പോയിന്റ്സേ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നുള്ളൂ. മെയിൻ പോയിന്റ്സ്, ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുമായിരിക്കും. പക്ഷെ എന്താണോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആ മെയിൻ പോയിന്റ് ആയിരിക്കണം നമ്മുടെ എസ്സേനകത്ത് വരുന്നത്. നമുക്ക് ഒരു ഭീകരമായ ഇൻട്രൊഡക്ഷനോ കൺക്ലൂഷനോ കൊടുക്കാനുള്ള സ്പേസോ സമയമോ വേർഡ് ഒന്നുമില്ല നമുക്ക്. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എന്നാൽ ക്വസ്റ്റ്യനെ നമ്മൾ അഡ്രസ്സ് ചെയ്യും വേണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ് വൈൽ ആൻസറിങ്. ഇത് പ്ലാനിങ് ഇല്ലാത്തപ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ എഴുതി നിറച്ചാൽ നമുക്ക് മാർക്സ് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെയല്ല. എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ നമ്മുടെ ഉത്തരം കൊടുത്തിരിക്കണം. അടുത്ത എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എക്സാക്ട് വേർഡ്സ്. ഇനി എഴുതി വരുമ്പോഴാണ് നമ്മുടെ അടുത്ത പ്രശ്നം. എന്താണത്? ഒരു വേർഡിൻ്റെ ഇട നമ്മൾ വിട്ടുപോകും ഇല്ലേ. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പം എക്സാക്റ്റ് വേർഡ് കിട്ടൂല. അപ്പോൾ പലപ്പോഴും ഞാൻ എസ്സേ കറക്റ്റ് ചെയ്യുമ്പം അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എസ്സേ മുഴുവൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതെന്താണ് ചോദിക്കുമ്പം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാക്റ്റ് വേർഡ് കിട്ടിയില്ല. അങ്ങനെയല്ല. എക്സാക്റ്റ് വേർഡ് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? നമ്മൾ എഴുതി ശീലമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വൊക്കാബുലറി ബിൽഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ, വെറുതെ പഠിച്ചാൽ നമുക്ക് വൊക്കാബുലറി ബിൽഡ് ചെയ്യാം. MCQ കിട്ടിയാൽ നമുക്ക് നന്നായിട്ട് എഴുതാം. ഇപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, ഒബ്ജക്റ്റീവ് എക്സാം ആണെങ്കിൽ എല്ലാം അറിയാമായിരിക്കും. പക്ഷേ ഇത് എഴുതാൻ തുടങ്ങുമ്പം ആ വേർഡ്, കൃത്യമായിട്ടുള്ള വേർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതാകും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. ആ എക്സാക്റ്റ് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ വാക്കുകൾ വീണ്ടും മറിച്ചും തിരിച്ചും അതുതന്നെ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. റെപ്പിറ്റേഷൻ ഓഫ് വേർഡ്സ് നമുക്ക് പാടില്ല. ഷോർട്ട് എസ്സേ അല്ലേ, റിപ്പീറ്റ് ചെയ്യാനുള്ളതൊന്നും സ്പേസ് ഒന്നും അവിടെ ഇല്ല. ഇനി റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ ഒട്ടും വൊക്കാബുലറി ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇത് എഴുതുന്നതെന്നാണ് ഇവാലുവേറ്റർ മനസ്സിലാക്കുന്നത്. അടുത്ത കാര്യം എന്താണ്? ഇഷ്യൂ ഇൻ അറേഞ്ചിങ് ദ പോയിന്റ്സ് ലോജിക്കലി. ഇത് നമുക്ക് സംഭവിക്കുന്നത് പലപ്പോഴും പ്ലാനിങ് ഇല്ലാതിരിക്കുമ്പോഴാണ്. നമ്മൾ എസ്സേ എഴുതി വന്നതിന് ശേഷം അവസാനം എത്തുമ്പോഴായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത് ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതെവിടെ പോകേണ്ടതായിരുന്നു? അത് ഇൻട്രോയിലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട്. ഇപ്പം നമുക്കറിയാം ഒരു എസ്സേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു ഇൻട്രോ ഉണ്ട്. വലിയ ഭീകരമായ ഇൻട്രോ എഴുതാനുള്ള സമയം നമുക്കില്ല, സ്പേസും ഇല്ല. ഒരു 30 വേർഡ്സിന് നമുക്കൊരു ഇൻട്രോ എഴുതാം. അതിനുശേഷം നേരെ ബോഡിയിലേക്കാണ് പോകുന്നത്. ബോഡി ഓഫ് ദി
essay. So body of the essay എന്ന് പറയുന്നത് 50 to 60 വേർഡ്സിൽ നമുക്ക് കൊണ്ടുവരാം. ആൻഡ് ദെൻ ഫൈനലി കൺക്ലൂഷൻ, എന്താണോ നമ്മൾ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അതും ഒരു 30 to 40 വേർഡ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാണ്. സോ ഇൻട്രൊഡക്ഷൻ 30 to 40 വേർഡ്സ് വളരെ ബ്രോഡായിട്ട് പറഞ്ഞിട്ട് നമ്മളതിനെ ലിമിറ്റ് ചെയ്യണം നമ്മുടെ പോയിന്റിലേക്ക്. ലിമിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബോഡിയിൽ എന്താണോ പോയിന്റ്, എന്തിനെക്കുറിച്ചാണോ എസ്സേ ഉള്ളത് അത് നമ്മൾ പറയുവാണ്. ആൻഡ് ദെൻ ഫൈനലി കൺക്ലൂഷനിൽ എന്താ നമ്മൾ പറയുന്നത്, നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊന്ന് സമ്മറൈസ് ചെയ്യുവാണ് കൺക്ലൂഷനിൽ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മളിവിടെ വരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സെക്ഷൻ, ഇപ്പോൾ കൺക്ലൂഷൻ എഴുതേണ്ട ഒരു കാര്യം നമ്മൾ ഇൻട്രൊഡക്ഷനിലോ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ട ഒരു കാര്യം കൺക്ലൂഷനിലോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ലാക്ക് ഓഫ് പ്രാക്ടീസും ലാക്ക് ഓഫ് പ്ലാനിങ്ങുമാണ്. അപ്പോൾ അത് ലോജിക്കലി അറേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എസ്സേ വായിക്കാൻ ഒരു സുഖമുണ്ട്. എസ്സേ വായിക്കുന്ന ആ ഒരു സുഖം നമുക്ക് നഷ്ടപ്പെടും ഇഫ് ദ പോയിന്റ്സ് ആർ നോട്ട് വെരി ഇൻ ഓർഡറിലല്ല എങ്കിൽ. അടുത്ത പോയിന്റ് എന്താണ്, നമുക്കെല്ലാം പറ്റുന്നതാണ് ഗ്രാമർ മിസ്റ്റേക്സ്. നമുക്കറിയാം ദയുടെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ എറർ കറക്ഷനൊക്കെ തന്നു കഴിഞ്ഞാൽ MCQ ആണ് തന്നെങ്കിൽ ദയുടെ കൂടെ ഹാവ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ചിലപ്പോൾ എഴുതുമ്പം ദേൻ്റെ കൂടെ എന്തൊക്കെ ആയേക്കാം, ദയുടെ കൂടെ ഹാസ് വന്നേക്കാം. സോ ഇങ്ങനെയുള്ള അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള എററാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ വരുമ്പം ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ ലോങ് സെൻറ്റൻസസ് എഴുതാൻ ശ്രമിക്കുക. ഈ നീളം കൂടിയ സെൻറ്റൻസസ് ഒക്കെ എഴുതാം, പ്രൊവൈഡഡ് നമ്മുടെ ഇംഗ്ലീഷ് അത്രയും നല്ലതാണെങ്കിൽ നമുക്ക് നീളം കൂടിയ സെൻറ്റൻസ് ഒക്കെ എഴുതി കോമയൊക്കെ ഇട്ട് ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ ബി വെരി ബ്രീഫായിരിക്കുക, ഷോർട്ട് സെൻറ്റൻസസ് എഴുതുക, സെൻറ്റൻസസിനെ ബ്രേക്ക് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യം. സോ ഗ്രാമർ മിസ്റ്റേക്സ് പരമാവധി ഒഴിവാക്കുക. പ്രത്യേകിച്ചും ദേ ഹാസ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. ദേ ഹാവ് എന്ന് തന്നെ ഉപയോഗിക്കണം. അതേപോലെ തന്നെ പിന്നെ കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഐ ഞാൻ എന്നുള്ള അർത്ഥത്തിൽ അത് ക്യാപിറ്റൽ ആയിരിക്കണം, ഐ ഹാവ് എന്നുള്ളത്. പിന്നെ സെൻറ്റൻസ്, ഇതൊക്കെ വളരെ ബേസിക് എററാണ്. ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പലപ്പോഴും സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. സോ ഇങ്ങനെയുള്ള ബേസിക് എറേഴ്സ് ഒന്നും കമ്മിറ്റ് ചെയ്യാതിരിക്കുക. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റൈറ്റിംഗ് ബ്യൂട്ടിഫുൾ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ഒന്നല്ല, വായിക്കാൻ പറ്റണം. എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചാലല്ലേ ഒരാൾക്ക് മാർക്സ് ഇടാൻ പറ്റുള്ളൂ. സോ ലെജിബിൾ ആയിരിക്കണം. ഹാൻഡ് റൈറ്റ് ബ്യൂട്ടിഫുൾ ഒന്നും ആവണ്ട, പക്ഷെ കാണുന്ന ഒരാൾക്ക് ഇതെന്താ എഴുതിയിരിക്കുന്നത് എയും ഓയും മാറിപ്പോവാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അക്ഷരങ്ങൾ ക്ലിയർ ആയിരിക്കണം. ആ രീതിയിൽ നമ്മൾ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ ചിട്ടപ്പെടുത്തുക എന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് ഇപ്പോഴേ ചെയ്തു തുടങ്ങാവുന്നതാണ്. ഹാൻഡ് റൈറ്റിംഗ് ലെജിബിൾ ആക്കുക, അതേപോലെ തന്നെ ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പാരഗ്രാഫിൽ സ്റ്റാർട്ട് ചെയ്യുക, പാരഗ്രാഫ് വേണം എന്നുള്ളത് അതൊക്കെ നമ്മൾ തന്നെ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്തത് എന്താണ്, യൂസ് ഓഫ് കണക്റ്റിംഗ് വേർഡ്സ്. കണക്റ്റിംഗ് വേർഡ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്, ഒരാൾ കണക്റ്റിംഗ് വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അയാൾക്ക് പിന്നെ ആസ് വെൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അയാൾക്കറിയാം. അപ്പോൾ രണ്ട് പോയിന്റ് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് കാണിക്കുന്നതാണ് കണക്റ്റിംഗ് വേർഡ്സ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോംപ്രിഹെൻഷൻ, നിങ്ങളുടെ മനസ്സിലാക്കുന്നത് വളരെ നല്ല രീതിയിലാണെന്നാണ് ഇവാലുവേറ്റർ, അത് വായിക്കുന്ന ഒരാൾക്ക് തോന്നുന്നത്. അപ്പം ഇതുപോലെയുള്ള കണക്റ്റിംഗ് വേർഡ്സ് ലൈക്ക് ഡിസ്പൈറ്റ്, ഓൾ ദോ, ഇത് ഉപയോഗിക്കാൻ അറിയില്ല എങ്കിൽ ഉപയോഗിക്കേണ്ട കേട്ടോ. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. ഉപയോഗിക്കാൻ അറിയില്ല എങ്കിൽ ലീവ് ഇറ്റ്, ഡോണ്ട് യൂസ്. ബട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾ ഇത് നന്നായിട്ട് തന്നെ ഉപയോഗിക്കുക. ബിക്കോസ് ദാറ്റ് ഷോസ് ആ ക്ലാരിറ്റി, മൈൻഡിൻ്റെ ക്ലാരിറ്റിയാണ് അത് കാണിക്കുന്നത്. അതേപോലെ തന്നെ ബിക്കോസ്, അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെയുള്ള കുറേ വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. തീർന്നിട്ടില്ല കേട്ടോ, ഒരുപാട് വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്റ്റിംഗ് വേർഡ്സ് ഉപയോഗിക്കുക എന്ന് പറയുമ്പം ആ ഒരു കണക്ഷനാണ് ഫ്രം ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റ് തേർഡ് പോയിന്റും എല്ലാത്തിനും ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം ഒരു ലോജിക്കൽ കണക്ഷൻ ഉണ്ട്. ഇൻട്രോ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കില്ല. ഇൻട്രോൻ്റെ ഫ്ലോയിൽ പോകുന്നതാണ് ബോഡി, ആൻഡ് ബോഡി ഓഫ് പാരഗ്രാഫിൻ്റെ ആ ഒരു ഫ്ലോയിൽ പോകുന്നതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ഇതൊന്നും ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് അല്ല, ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ്. അപ്പോൾ അതിന് നമുക്കിങ്ങനെ കണക്റ്റിംഗ് വേർഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ഗുഡ്. ആൻഡ് വേറൊരു കാര്യം, നമ്മളൊരു എസ്സേ എഴുതുമ്പോൾ സാധാരണയായിട്ട് കണ്ടിരിക്കുന്നത് നമ്മൾ കാര്യങ്ങളെല്ലാം പറയും, പക്ഷേ അതൊരിക്കലും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാറില്ല. അതായത് എക്സാമ്പിൾസ് കൊടുക്കണം. എന്തുകൊണ്ടാണ് ഹോബി ഈസ് എൻ്റർടൈനിങ്, അല്ലെങ്കിൽ ഹോബി സ്ട്രെസ് ലെവൽ, ഇപ്പോൾ ഹോബിയെക്കുറിച്ചൊരു എസ്സേ ആണെന്ന് വിചാരിക്കുക, ഹോബി സ്ട്രെസ് ലെവൽ കുറക്കും എന്ന് പറയുമ്പോൾ ഹൗ, എങ്ങനെ,
അത് ഒരുപാടൊന്നും എഴുതണ്ട. നമ്മുടെ പ്രശ്നം സ്ട്രെസ് ലെവൽ കുറക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളൊരു 3-4 സെൻറ്റൻസിൽ എഴുതി അങ്ങ് കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. നോ, ജസ്റ്റ് 1 ലൈനർ ഇസ് എനഫ്. സ്ട്രെസ് ലെവൽ കുറക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ബിക്കോസ് നമ്മുടെ മൈൻഡ് നമ്മുടെ പാഷനിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയും. സോ അത് നമ്മൾ എഴുതാതെ സ്ട്രെസ് ലെവൽ കുറയ്ക്കും, എൻ്റർടൈൻമെൻ്റ് ആണ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് ആണ് എന്നൊക്കെ നമ്മൾ എഴുതുമ്പം യു ഹാവ് ടു സബ്സ്റ്റാൻഷിയേറ്റ്. കാരണം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് റീഡർ കൺവിൻസ്ഡ് ആവുന്നത്. ഫൈനലി എസ്സേ എന്ന് പറയുമ്പം നമ്മൾ ഏതൊരു എസ്സേ എടുത്തു കഴിഞ്ഞാലും നമ്മൾ എഴുതുന്ന കാര്യം കൺവിൻസിങ് ആയിരിക്കണം. അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. കൺവിൻസിങ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കലി അറേഞ്ച് ചെയ്യുന്നതും അതേപോലെ തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ ഒക്കെ വരുന്നതും ആ ഒരു കണക്റ്റിംഗ് വേർഡ്സ് ഉപയോഗിക്കുന്നത് ആ ഒരു കൺവിൻസിങ് ഫാക്ടറാണ്. ദ എസ്സേ ഷുഡ് ബി ഫൈനലി കൺവിൻസിങ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യം എന്താണ്? എക്സാമ്പിൾസ് വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ എസ്സേ എന്ന് പറയുന്നത് നമുക്ക് ബൈ ഹാർട്ട് പഠിച്ചിട്ട് എഴുതാൻ പറ്റില്ല. ബൈ ഹാർട്ട് പഠിച്ചാലും ആ ചോദ്യം തന്നെ ചോദിക്കണം. ആ ചോദ്യം ചോദിച്ചെങ്കിൽ നമുക്കത് എഴുതാം. എന്നാൽ പോലും ഒരു നല്ല എസ്സേ എന്ന് പറയുന്നത് നമ്മളെ ഒരു രീതിയിൽ എഴുതുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത് പ്രാക്ടീസാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് എക്സാം സമയത്ത് മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മന്ത്രമേ നമുക്ക് ഈ എസ്സേ സംബന്ധിച്ചോ അല്ലെങ്കിൽ റൈറ്റിംഗ് പേപ്പറിനെ സംബന്ധിച്ചേ ഉള്ളൂ. പ്രാക്ടീസ്, പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്